പാർലമെന്റിൽ ഏറെ നാളുകൾക്ക് ശേഷം വോട്ടെടുപ്പ് നടന്നിരിക്കുകയാണ്. ഒരേ ബില്ലിന്മേൽ 3 പ്രാവശ്യമാണ് വോട്ടെടുപ്പ് നടത്തിയത്. 3 പ്രാവശ്യവും ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ വോട്ടെടുപ്പ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 2 ദിവസമായി പാർലമെന്റിൽ ആരാണ് ഭരണഘടനയെ രക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ച് തുടർച്ചയായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നീണ്ട പ്രസംഗങ്ങളാണ് ഭരണഘടനയിന്മേൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി പലരും നടത്തിയത്. മോദി 1.5 മണിക്കൂർ അധികം നീണ്ട പ്രസംഗമാണ് ഇതിൽ നടത്തിയത്. എന്നാൽ മോദിയുടെ പ്രസംഗത്തിൽ ഒന്നും ഭരണഘടനയോ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിന് 2 ദിവസത്തിന് ശേഷം ഇന്നലെ പാർലമെന്റിൽ നടന്ന വോട്ടെടുപ്പ് ഭരണഘടന സംരക്ഷിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ഭരണഘടന മാറ്റുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ തന്നെ അറിയാമല്ലോ ആരാണ് ഈ ബില്ല് കൊണ്ടുവന്നത് എന്ന്. നിങ്ങളുടെ ഊഹം തെറ്റിയിട്ടില്ല, ജുംല പാർട്ടി തന്നെയാണ്. സംവിധാൻ വിധേയക് 2024 എന്നാണ് ഈ ബില്ലിന് പേരിട്ടിരിക്കുന്നത്. അതായത് ഭരണഘടനാ ബിൽ 2024 എന്ന് മലയാളത്തിൽ. കൺഫ്യൂഷൻ അടിക്കേണ്ട, രാജാവിന്റെ ഭാഷയിൽ ഇതിനെ 1 നേഷൻ 1 ഇലക്ഷൻ എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് സമാജ്വാദി പാർട്ടിയുടെ മുതിർന്ന MP ധർമ്മേന്ദ്ര യാദവ് കുറിക്കൊള്ളുന്ന മറുപടിയാണ് കൊടുത്തത്. संविधान के 129वें संशोधन अधिनियम के विरोध के लिए खड़ा हूं। अध्यक्ष जी, मैं समझ नहीं पा रहा हूं, अभी 2 दिन पहले संविधान को बचाने की, संविधान की गौरवशाली परंपराएं की कस्में खाने में कोई कमी नहीं रखी। 2 ही दिन के अंदर संविधान की जो हमारी मूल भावना है, 2 ही दिन के अंदर संविधान का जो हमारा बेसिक स्ट्रक्चर है उसको खत्म करने के लिए संविधान संशोधन बिल लाए हैं। और ये लोग एक देश एक संविधान एक चुनाव की बात करते हैं। जो लोग 8 विधानसभाएं भी एक साथ नहीं करा पाते हो, मौसम देख के तारीखें बदलते हो, वो लोग बात करते हैं एक देश एक चुनाव की। इसलिए अध्यक्ष जी, मैं अपनी पार्टी की ओर से, अपने नेता आदरणीय अखिलेश यादव जी की ओर से इस बिल का पुरजोर विरोध करता हूं और आपके माध्यम से देश के जनमानस से कहना चाहता हूं, ये भारतीय जनता पार्टी के लोग तानाशाही लाने के नित नए रास्ते लाते हैं। जो 8 विधानसभाओं का चुनाव एक साथ नहीं करा पाए, 4 राज्यों के चुनाव एक साथ नहीं करा पाए, वो पूरे देश की लोकसभा और सारे प्रांतों की विधानसभा एक साथ कराने की बात करते हैं। ഞാൻ ഭരണഘടനയുടെ 129 ഭേദഗതിക്കെതിരെ എതിർപ്പുമായാണ് നിൽക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല, 2 ദിവസം മുമ്പേ ഭരണഘടനയെ രക്ഷിക്കുമെന്നും ഭരണഘടനാ മൂല്യങ്ങളോട് പ്രതിബദ്ധത രേഖപ്പെടുത്തും എന്നും പറയുന്നതിന് ആരും മടിച്ചില്ല. ഇത് പറഞ്ഞ് കൃത്യം 2 ദിവസത്തിനുള്ളിൽ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ, 2 ദിവസത്തിനുള്ളിൽ ഭരണഘടനയുടെ അടിസ്ഥാന സ്ട്രക്ചറിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഭരണഘടനാ ഭേദഗതി ബിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുന്ന ഈ ആളുകൾക്ക് ഉത്തർപ്രദേശിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പോലും ഒരുമിച്ച് നടത്താൻ കഴിയാത്തവരാണ്. കാലാവസ്ഥ മാറുന്നത് പോലെ തീയതി മാറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ള ആളുകളാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത്. എന്റെ നേതാവ് അഖിലേഷ് യാദവിന്റെ പേരിൽ ഞാൻ ഈ ബില്ലിനെ എതിർക്കുന്നു. അതുപോലെ ഇവിടെ നിന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, BJPയിലെ ആളുകൾ ഈ ബില്ല് വഴി രാജ്യത്ത് ഏകാധിപത്യം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. 8 ലോക്സഭാ സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്താൻ പറ്റാത്തവർ, 4 സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്താൻ പറ്റാത്തവർ രാജ്യം മുഴുവനുമുള്ള ലോക്സഭാ സീറ്റുകളിലേക്കും എല്ലാ നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ വിരോധാഭാസം എന്താണുള്ളത്? പിന്നീട് ഇതിന്മേൽ നടന്ന വോട്ടിങ്ങുകൾ വളരെ രസകരമാണ്. എന്താണ് ഞാൻ വോട്ടിങ്ങുകൾ എന്ന് പറയുന്നത് എന്നല്ലേ? ഈ ഒരു ബില്ലിന്മേൽ 3 സെപ്പറേറ്റ് വോട്ടിങ്ങുകളാണ് നടന്നത്. ആദ്യം ശബ്ദ വോട്ടെടുപ്പാണ് നടന്നത്. അതിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദമായിരുന്നു ഉയർന്നു നിന്നത്. ഓർക്കണം, കൂടുതൽ ഭരണകക്ഷി അംഗങ്ങളായിരുന്നു സഭയിലുള്ളത്. എന്നിട്ടും ശബ്ദ വോട്ടിൽ അവർ പരാജയപ്പെട്ടു. ഇവിടെ സ്പീക്കർ ശബ്ദ വോട്ടിൽ നോ ആണ് വിജയിച്ചത് എന്ന് പറയുന്നത് കേട്ടോളൂ. प्रश्न ये कि विधेयक को पुनर्स्थापित करने की अनुमति प्रदान की जाए। जो सदस्य इसके पक्ष में हाँ कहें, जो सदस्य विरोध में ना कहें। मेरे विचार में निर्णय ना वालों के पक्ष में हुआ। जी। പിന്നീട് വോട്ട് ഡിവിഷൻ വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അതിനാൽ രണ്ടാമതായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ടിംഗ് നടന്നു. അത് മാത്രവുമല്ല, ഇത് ആദ്യമായിട്ടാണ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് സഭയിൽ വോട്ടെടുപ്പ് നടത്തുന്നത് എന്നതിനാൽ പലർക്കും വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വോട്ട് ചെയ്യാനുള്ള അവസരം നൽകുന്നതാണെന്നും സ്പീക്കർ പറഞ്ഞു. ഓർക്കണം, പാർലമെന്റ് മെമ്പേഴ്സിന് പോലും വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് കൃത്യമായി വോട്ട് ചെയ്യാൻ അറിയില്ല എങ്കിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലുള്ള സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ അത് സാധിക്കും? എന്തുകൊണ്ടാണ് പാർലമെന്റ് അംഗങ്ങൾക്ക് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ നൽകുന്ന ഈ അവസരം ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് നൽകാത്തത്? എന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നടന്ന ആ വോട്ടിങ്ങും
തെറ്റായാണ് വോട്ടുകൾ രേഖപ്പെടുത്തിയത്. എല്ലാ വോട്ടുകളും കൃത്യമായി കൗണ്ട് ചെയ്യാൻ വോട്ടിംഗ് മെഷീൻ പരാജയപ്പെട്ടു. അപ്പോൾ തന്നെ മോദിക്കൂട്ടങ്ങളുടെ വോട്ടിംഗ് മെഷീന്റെ വിശ്വസനീയത എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇതെല്ലാം പുതിയ പാർലമെന്റിലെ പുതിയ വോട്ടിംഗ് മെഷീൻ ആണെന്ന് ഓർക്കണം. ഈ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നടന്ന വോട്ടെടുപ്പിന്റെ ഫലം 220 പേർ അനുകൂലിച്ചു, 149 പേർ എതിർത്തു. ആരും വോട്ട് ചെയ്യാതിരുന്നില്ല. മൊത്തം 369 വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ പാർലമെന്റിൽ ഉണ്ടായിരുന്നത് 467 മെമ്പേഴ്സ് ആയിരുന്നു. 467 പേർ വോട്ട് ചെയ്തപ്പോൾ എണ്ണിയത് 369 വോട്ടുകൾ മാത്രം. എല്ലാവരും വോട്ട് ചെയ്തു എന്നാണല്ലോ മെഷീൻ കാണിച്ചത് എന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? പിന്നീട് ബാലറ്റ് പേപ്പറിൽ ഇതേ ബില്ലിന്മേൽ തന്നെ വീണ്ടും വോട്ടെടുപ്പ് നടത്തി. അപ്പോഴാണ് കൃത്യമായി എല്ലാവരുടെയും വോട്ട് കാസ്റ്റ് ചെയ്തതും എണ്ണപ്പെട്ടതും. 269 പേർ ബില്ലിനെ അനുകൂലിച്ചു, 198 പേർ എതിർത്തു. ഭരണഘടനാ ഭേദഗതി ബിൽ ആയതിനാൽ ഇത് പാസ്സാവണമെങ്കിൽ 2/3 ഭൂരിപക്ഷം വേണം. അതായത് 311 വോട്ടുകൾ വേണം. എന്നാൽ 293 പേർ ഉള്ള ഭരണകക്ഷിക്ക് ആകെ ലഭിച്ചത് 269 വോട്ടുകൾ. അതിന്റെ റിസൾട്ട് സ്പീക്കർ ഓം ബിർള അനൗൺസ് ചെയ്യുന്നതാണ് ഇവിടെ. हाँ में 269, विपक्ष में 198। ഇവിടെ മാണിക്യൻ ടാഗോർ MP ട്വീറ്റ് ചെയ്തത് കണ്ടോ? അദ്ദേഹത്തിന്റെ നമ്പറിൽ ചെറിയ പിശക് പറ്റിയിട്ടുണ്ട്. 467 പേരായിരുന്നു സഭയിൽ ഉണ്ടായിരുന്നത്. 269 പേർ അനുകൂലിച്ച് വോട്ട് ചെയ്തു. BJPയുടെ 20 MPമാർ സഭയിൽ വോട്ടെടുപ്പിന് ഹാജരായില്ല. അതിൽ പ്രധാനി ആരെന്ന് അറിയണ്ടേ? മറ്റാരുമല്ല, നമ്മുടെ നോൺ ബയോളജിക്കൽ ദൈവം. ഇതിനെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ട് നടന്ന നോൺ ബയോളജിക്കൽ ജി അതിന്മേലുള്ള വോട്ടെടുപ്പിന് പോലും സഭയിൽ ഹാജരായില്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം സീരിയസ് ആണ് ഉള്ളതെന്ന് മനസ്സിലായി കാണുമല്ലോ. സഭയിൽ ഹാജരാകാത്ത 20 BJP MPമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുമെന്ന് BJP പ്രസിഡന്റ് JP നഡ്ഡ പറഞ്ഞു. അതായത് നഡ്ഡയുടെ ദൈവത്തിന് നഡ്ഡ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുമെന്ന് അർത്ഥം. ഇതിനെക്കുറിച്ച് പലരും ചോദിക്കുന്നത്, വെറും 467 MPമാരുടെ തെരഞ്ഞെടുപ്പ് പോലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെച്ച് നടത്താൻ സാധിക്കാത്ത സംഖ്യക്കൂട്ടങ്ങൾ എങ്ങനെയാണ് 140 കോടിയിലധികം ജനങ്ങളുടെ വോട്ടിംഗ് ഒരുമിച്ച് നടത്തുന്നത് എന്ന്. എനിക്കറിയാം, വോട്ടിംഗ് പ്രായമായ 140 കോടി ആളുകൾ ഇല്ല, ഏതാണ്ട് 100 കോടിയോളം ആളുകൾ മാത്രമാണ് വോട്ടിംഗ് പ്രായമായവർ എന്ന്. ചുമ്മാ ഒരു പണിയുമില്ലാതെ സമയം മിനക്കെടുത്താൻ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ബില്ലാണ് ഇത്. ഏതായാലും വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന ബ്ലണ്ടർ പൊളിഞ്ഞിരിക്കുകയാണ്. അതുപോലെ മോദിയുടെ വോട്ടിംഗ് മെഷീൻ എത്ര ആക്യുറേറ്റ് ആണ് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു.